ورتل القرآن ترتيلا. السلام عليكم ورحمة الله. الحمد لله الذي جل جلاله وعظم سلطانه والصلاة والسلام على صاحب القرآن العظيم وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, തജ്വീദ് എന്നത് ഈ ഒരു വിജ്ഞാന ശാഖ ഇത്രയും പ്രസിദ്ധമാകാനുള്ള പ്രധാന കാരണം തജ്വീദിൽ പ്രതിപാദന വിഷയം വിശുദ്ധ ഖുർആനാണ് എന്നതാണ്. സാധാരണ പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ഷറഫുൽ ഇൽമി ബിഷറഫി മഅലൂമിഹി എന്നാണ്. ഏതൊരു വിജ്ഞാനത്തിൻ്റെയും ശ്രേഷ്ഠത നമ്മൾ കണക്കാക്കുന്നത് ആ വിജ്ഞാനത്തിലെ പ്രതിപാദന വിഷയം എന്താണ്, ചർച്ചാ വിഷയം എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നാണ്. ഇവിടെ തജ്വീദ് എന്ന് പറയുമ്പോൾ ഖുർആനിനെ കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഷറഫാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് തജ്വീദ്. അതിൻ്റെ പാരായണ നിയമമാണ് പഠിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തജ്വീദിന് വലിയ ഒരു ശ്രേഷ്ഠതയാണ്, മഹത്വമാണ്, പ്രാധാന്യമാണ് ഈ ഒരു പഠനത്തിന് പണ്ഡിതന്മാർ കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ തജ്വീദ് എന്ന പഠനത്തിൻ്റെ വിഷയമായ ഖുർആനുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഖുർആൻ എന്ന ഈ പദം ഭാഷാപരമായി ഖറഅ എന്ന പദത്തിൽ നിന്നാണ് കടന്നു വരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഖറഅ എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങളാണ് ഈ പദത്തിന് ഭാഷാപരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഖറഅ എന്ന് പറഞ്ഞാൽ തല, വായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു അർത്ഥപ്രകാരം ഖറഅ വായിച്ചു, ഖുർആൻ എന്ന് പറയുമ്പോൾ ഇസ്മുൽ മഫ്ഊൽ, ഭാഷാ നിയമപ്രകാരം പറഞ്ഞാൽ ഇസ്മുൽ മഫ്ഊലിൻ്റെ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ വായിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഖറഅ വായിച്ചു, ഖുർആൻ വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. രണ്ടാമത്തെ ഒരു ഭാഷാപരമായ ഇതിൻ്റെ അർത്ഥം ഖറഅ എന്ന് പറഞ്ഞാൽ ജമഅ എന്നാണ്. ജമഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു ചേർത്തി, ഒരുമിച്ചു കൂട്ടി എന്നർത്ഥം. ഈ ഒരു അർത്ഥപ്രകാരം ഖറഅ ഒരുമിച്ചു ചേർത്തി, ഖുർആൻ എന്ന് പറയുമ്പോൾ ഇസ്മുൽ ഫാഇലിൻ്റെ, ഭാഷാ നിയമപ്രകാരം പറഞ്ഞാൽ ഇസ്മുൽ ഫാഇലിൻ്റെ അർത്ഥമാണ് വരുന്നത് എന്നാണ്. അഥവാ ഒരുമിച്ചു ചേർത്തിയത്, ഒരുമിച്ചു കൂട്ടിയത് എന്നാണ് ഖുർആൻ എന്നതിന് അർത്ഥം വരാം. വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ധാരാളം മതനിയമങ്ങളെയും അഹ്കാമുകളെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും ഒരുപാട് അറിവുകളെയും ഒരുമിച്ചു കൂട്ടിയ ഗ്രന്ഥമാണ്. ആ ഒരു അർത്ഥത്തിലാണ് രണ്ടാമത്തെ ഭാഷാപരമായ ഈ ഒരു അർത്ഥം ഖുർആൻ എന്നതിന് യോജിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഖുർആൻ എന്നതിൻ്റെ സാങ്കേതികമായ അർത്ഥമായി, അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കലാമുല്ലാഹി തആല അൽ മുനസ്സൽ അലാ നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദ് ബിതിലാവതിഹി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു കൊടുത്ത കേവല പാരായണം എന്നത് തന്നെ ഒരു ഇബാദത്തായി നിശ്ചയിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സംസാരം, ഇതാണ് ആ നിർവചനത്തിൻ്റെ അർത്ഥം. 3-4 കാര്യങ്ങളാണ് ഈ നിർവചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, കലാമുല്ലാഹി തആല എന്നാണ് പറഞ്ഞത്, അഥവാ അള്ളാഹുവിൻ്റെ കലാം, സംസാരം എന്നതാണ് ഖുർആൻ. ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസം ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല എന്നതാണ്, മറിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ സംസാരമാണ് എന്നതാണ്. എങ്ങനെയുള്ള സംസാരം? അൽ മുനസ്സൽ, അവതരിപ്പിക്കപ്പെട്ട, ഇറക്കപ്പെട്ട സംസാരമാണ്. ആരുടെ മേൽ? അലാ നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ അള്ളാഹു പ്രവാചകനെ ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. എങ്ങനെയുള്ള? അൽ മുതഅബ്ബദു ബിതിലാവതിഹി, പാരായണം ചെയ്യുക എന്നത് തന്നെ. ആശയങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നതിന് പുറമെ
കേവല പാരായണം കൊണ്ട് തന്നെ പ്രതിഫലം കിട്ടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. എന്നാൽ മറ്റുള്ള ഹദീസുകൾ അങ്ങനെയല്ല. ഒരു ഹദീസ് കേവല പാരായണം നടത്തിയെന്നതുകൊണ്ട് ഓരോ ഹർഫിനും പ്രത്യേകമായ ഇങ്ങനെയുള്ള പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നില്ല. മറിച്ച് ആ ഹദീസ് പഠിച്ചത് പകർത്തുമ്പോഴാണ് അതിന് ആ രൂപത്തിലുള്ള പ്രതിഫലം കിട്ടുക. എന്നാൽ ഖുർആൻ എന്നത് കേവല പാരായണത്തിലൂടെ തന്നെ ഒരു ആരാധനയാകുന്ന ആ നിലക്കൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഖുർആനിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.